हाय मेरे प्यारे बच्चों, सबको आदाब। പ്ലസ് ടു ഉറുദു പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എജ്യുപോർട്ടിൻ്റെ ഉറുദു ക്ലാസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ വരുന്ന ഓണം എക്സാമിന് നമ്മോട് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് പരിചയപ്പെട്ടാലോ? ദേഖി, ആപ്നെ ബൗത്ത് സാരയും ഗസലയും പഠയും. നിങ്ങൾ ഒരുപാട് ഗസലുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമല്ലോ, വായിച്ചിട്ടുണ്ടാകുമല്ലോ, സുനേ ഹോങ്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. കിസി ഏക്ക് ഗസൽ ഗോ ഷായർ കെ ബാരെ ഏതെങ്കിലും ഒരു ഗസലിൻ്റെ കവിയെക്കുറിച്ച് ഏക്ക് നോട്ട് ലിഖിയേ, ഒരു നോട്ട് എഴുതിയാലും. മക്കളെ, ഈ ഒരു ചോദ്യം നമ്മുടെ ഒന്നാമത്തെ ഗസൽ, നമ്മൾ പ്ലസ് ടുവിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ സിതാറോം സെ ആകെ എന്നുള്ള ചാപ്റ്ററിന്റെ ഗസൽ എഴുതിയത് ആരാണ്? ഇക്ബാലാണ്. സോ ഒന്നുകിൽ ഇക്ബാലിനെ കുറിച്ച് നോട്ട് ചെയ്താൻ പറഞ്ഞാലും, ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഗസലിന്റെ കവിയെക്കുറിച്ച് നോട്ട് ചെയ്താൻ പറഞ്ഞാലും നമുക്ക് ആരെക്കുറിച്ച് എഴുതാം? ഇക്ബാലിനെ കുറിച്ച് എഴുതി വെക്കാം. ഇല്ലടാ, സെറ്റാണ്. ദേഖി സബ് ഔർ സെ ദേഖി, എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. ഉറുദു കെ മഷ്ഊർ, ഉറുദുവിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഗസൽ ഗോ ഷാഹിർ, ഗസലിന്റെ കവിയായിട്ടുള്ള അല്ലാമ മുഹമ്മദ് ഇക്ബാൽ, ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ 1877 ईस्वी में 1877 ईस्वीയിൽ സിയാൽകോട്ട് മേ പൈദാ ഹുയെ, സിയാൽകോട്ടിൽ ഇദ്ദേഹം എന്ത് ചെയ്തു? പൈദാ ഹുയെ, ജനിച്ചു. ഓക്കെ, അപ്പം 1877 ईस्वीയിൽ സിയാൽകോട്ട് മേ പൈദാ ഹുയി, സിയാൽകോട്ടിൽ ഇദ്ദേഹം എന്ത് ചെയ്തു? ജനിച്ചു. ബച്പൻ ഹി സെ, കുട്ടിക്കാലം മുതൽ തന്നെ, ഉനേം ഇദ്ദേഹത്തിന് ഷാഹിരിക ഷൗഖ്ത, കവിതകളോടൊക്കെ വല്ലാത്ത താല്പര്യമുണ്ടായിരുന്നു. ബച്പൻ ഹി സെ, കുട്ടിക്കാലം മുതൽ തന്നെ ഇദ്ദേഹത്തിന് ഉനേം ഷാഹിരിക ഷൗഖ്ത, ഇദ്ദേഹത്തിന് കവിതകളോടൊക്കെ വല്ലാത്ത താല്പര്യമുണ്ടായിരുന്നു. വൈക്ക് ഫിൽസഫി ഷാഹിർദേം, ഇദ്ദേഹം ഒരു തത്വചിന്തകനായിരുന്നു. ഓക്കെ, ഏക്ക് ഫിൽസഫി ഷാഹിർദേം, ഇദ്ദേഹം ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു തത്വചിന്തകനായിരുന്നു. വോ ഉറുദു കെ മഷ്ഊർ ഷാഹിർ, ഉറുദുവിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കവി ദാഹ് ദഹ്ലവി കെ ഷാഗിർദ് ദേവ്, ദാഹ് ദഹ്ലവിയുടെ ശിഷ്യനും കൂടിയായിരുന്നു ആര്? ഇക്ബാൽ എന്ന് പറയുന്നത്. ഉറുദുവിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു കവിയാണ് ദാഹ് ദഹ്ലവി. ദാഹ് ദഹ്ലവി കെ ഷാഗിർദ് ദേവ്, ദാഹ് ദഹ്ലവിയുടെ ശിഷ്യനായിരുന്നു ആര്? നമ്മുടെ ഇക്ബാൽ. സിതാറോം സെ ആകെ എന്നത് ഉൻകെ മഷ്ഊർ ഗസൽ ഹെ. സിതാറോം സെ ആകെ എന്ന് തുടങ്ങുന്ന വരി ഇദ്ദേഹത്തിന്റെ ഏറ്റവും മഷ്ഊർ ആയിട്ടുള്ള, ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഏക്ക് ഗസൽ ഹെ, ഒരു ഗസൽ ആകുന്നു. ബാങ്കേദര ബാലി ജിബ്രീൽ ലർബെ കരീം ഉൻകി ഷാഇരി കെ മജ്മുഅ ഹെ. നോക്കൂ, ബാങ്കേദരയും ബാലെ ജിബ്രീലും ലർബെ കലീമും ഉൻകി ഷാഹിരി കെ, ഇദ്ദേഹത്തിന്റെ കവിതകളുടെയൊക്കെ മജ്മുഅ ഹെ, പുസ്തകങ്ങളാകുന്നു. 1938 ईस्वी ലാഹോർ മേ, ഇദ്ദേഹം ലാഹോറിൽ എന്ത് ചെയ്തു? ഇന്തിക്കാൽ ഹുവ, മരണപ്പെട്ടു. അപ്പം മക്കളെ, കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്ബാലിനെ കുറിച്ച് പസന്ദീദ ഏക്ക് ഗസൽ ഗോ ഷായർ കെ ബാരമേ, ഇഷ്ടപ്പെട്ട ഒരു ഗസലിന്റെ കവിയെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നോട്ട് ചെയ്ത് നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ? ഉറുദു കെ മഷ്ഊർ ഗസൽ ഗോ ഷാഹിർ, ഉറുദുവിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഗസലിന്റെ കവി അല്ലാമ മുഹമ്മദ് ഇക്ബാൽ 1877 ईस्वी 1877 സിയാൽകോട്ട് മേ പൈദാ ഹുയെ, സിയാൽകോട്ടിൽ ജനിച്ചു. ബച്പൻ ഹി സെ, കുട്ടിക്കാലം മുതൽ തന്നെ ഉനേ ഷാഇരി കാ ഷൗഖ്ത, കവിതകളോടൊക്കെ വല്ലാത്ത താല്പര്യമുണ്ടായിരുന്നു. വേക്ക് ഫിൽസഫി ഷായർദേ, ഇദ്ദേഹം ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു തത്വചിന്തകനായിരുന്നു. ഓ ഉറുദു കെ മഷ്ഊർ ഷായർ, ഇദ്ദേഹം ഉറുദുവിലെ പ്രശസ്തനായിട്ടുള്ള കവി ദാഹ് ദഹ്ലവി കെ ഷാഗിർദ് ദേ, ദാഹ് ദഹ്ലവിയുടെ ശിഷ്യനായിരുന്നു. സിതാറോം സെ ആകെ എന്നത് ഉൻകെ മഷ്ഊർ ഗസൽ ഹെ, സിതാറോം സെ ആകെ എന്നത് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഗസലാകുന്നു. ബാങ്കേദര ബാലെ ജിബ്രീൽ ലർബെ കലീം ഉൻകി ഷായിരി കെ, ഇദ്ദേഹത്തിന്റെ കവിതകളുടെ മജ്മുഅ ഹെ, കൃതികളാകുന്നു. 1938 ईस्वी ലാഹോർ മേ, 1938 ലാഹോറിൽ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇന്തിക്കാൽ ഹുവ, മരണപ്പെട്ടു. ഓക്കെ, അപ്പൊ ഈ ഓണം എക്സാമിന് ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്കോ ശുക്രിയ, ഖുദാ ഹാഫിസ്, ബൈ.